3 പീഡന പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യ പീഡന പരാതിയിലാണ് ഇപ്പോൾ അവസാന ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇതോടെ എല്ലാ കേസുകളും ഇനി വിചാരണയിലേക്ക് കടക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ മറ്റൊരു വിചാരണ കൂടിയുണ്ട്. കോൺഗ്രസ് നേതാവെന്ന നിലയ്ക്ക് പാർട്ടിക്ക് ഉള്ളിലെ വിചാരണ. മുതിർന്ന നേതാക്കന്മാർ 2 ചേരിയായി തിരിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോരാടിയത്. ആദ്യ പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവും മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരനും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസ് പദവി, അതായത് അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയണം എന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയായിരുന്നു. കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ബുദ്ധിശാലിയായ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു നീക്കം എന്ന് വേണം അതിനെ കരുതുവാൻ, അല്ലെങ്കിൽ കണക്കാക്കാൻ. ഒപ്പം നിൽക്കുവാൻ കെ മുരളീധരനും ഉണ്ടായിരുന്നു. കാരണം ഇരുവരെയും സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരണം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പേരുദോഷങ്ങൾ പിന്നാലെ വരുന്ന ഒരു പതിവുണ്ടായിരുന്നെങ്കിലും കുറേ നാളുകളായി ഇതിൽ നിന്നെല്ലാം ഒതുങ്ങി നിൽക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലെ പരാതികൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും ചില ചെറിയ കല്ലുകടികൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ അനുമതിയില്ലാതെ PV അൻവറിനെ കാണാൻ പോയതും ചില സമയങ്ങളിലൊക്കെ ചില യുവ നേതാക്കന്മാർക്കൊപ്പം നിന്നുകൊണ്ട് നടത്തുന്ന ചില പ്രസ്താവനകളുമൊക്കെ തന്നെ നേതാക്കന്മാരെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഒന്നാമത്തെ പീഡന പരാതി എത്തുന്നത്. പരാതിയായിട്ടല്ല, പക്ഷേ അത് ചില വാട്സപ്പ് ചാറ്റുകളായി പുറത്തു വന്ന ആ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുകയായിരുന്നു. അതിലേറ്റവും മുന്നിൽ നിന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. നിമിഷങ്ങൾ, മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വേഗത്തിൽ തന്നെ അത് AICCയുടെ മുന്നിലേക്ക് എത്തുന്നു. ഹൈക്കമാൻഡ് ഇടപെടുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ രാജിവെക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്തായി നിൽക്കുന്ന സമയത്താണ് പിന്നീട് ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിലുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെയൊക്കെ തന്നെ അത്യാവശ്യം പ്രതിരോധിക്കുവാൻ തക്കതായ രീതികളും വിദ്യകളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രയോഗിച്ചെങ്കിൽ തന്നെയും കോൺഗ്രസിന് മുന്നിൽ അത് വിലപ്പോയില്ല. പക്ഷേ അവിടെയും കോൺഗ്രസിനകത്ത് മാങ്കൂട്ടത്തിന് ഒരു വിഭാഗം രക്ഷകരുണ്ടായിരുന്നു. ആ രക്ഷകർ ആര് എന്നുള്ളതല്ലേ ചോദ്യം. തീർച്ചയായും അവിടെ മൗനം പാലിച്ച ചില ആളുകളിൽ ഒരാൾ KPCC മുൻ അധ്യക്ഷൻ K സുധാകരൻ, ഒപ്പം തന്നെ ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ, അങ്ങനെ തുടങ്ങി ഇവരൊക്കെ തന്നെ ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചിരുന്നു. കാരണം ഉടനെ പുറത്താക്കേണ്ട, വരട്ടെ കേസ്, നടപടികൾ വരട്ടെ, അങ്ങനെ പലത് പറഞ്ഞെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം പാലക്കാട് മണ്ഡലത്തിൽ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെയധികം ശക്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടി വോട്ട് പിടിച്ചതും, ഒപ്പം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കളക്ടറുടെ മുന്നിലും ഒപ്പം ഭരണാധികാരികളുടെ മുന്നിലുമൊക്കെ വാദം ഉന്നയിച്ച് പിടിച്ചുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്, രാഷ്ട്രീയ കേരളം കണ്ടതാണ്. പക്ഷേ അവിടെയാണ് ഒരു കാര്യം. അവിടെ നിന്ന് പിന്നീട് അടുത്ത പീഡന പരാതിയിലേക്ക് വരുന്നു. തൊട്ട് പിന്നാലെ അടുത്ത പീഡന പരാതി എന്ന് മാത്രമല്ല, ഒന്നാമത്തെ പീഡന പരാതി അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി, അവരുടെ മറ്റു തരത്തിലുള്ള കുറേ വാട്സപ്പ് ചാറ്റുകൾ കൂടി പരാതി രൂപേണ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയതോടെ നിക്കക്കള്ളിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിടുകയായിരുന്നു, ഒളിവിൽ പോവുകയായിരുന്നു. അപ്പോഴും കോൺഗ്രസ് വെറുതെ നോക്കിയിരുന്നില്ല. കോൺഗ്രസിൽ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, കാരണം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സർവശക്തനാണ്, എല്ലാ തരത്തിലും സമ്മർദ്ദം ചെലുത്തുവാൻ കഴിവുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങപ്പെടുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വഴി തെളിയപ്പെടുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ്. പക്ഷേ ഇവിടെയാണ് ഒരു കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 കേസുകളിൽ അല്ലെങ്കിൽ 3 പരാതികളിലായി ഇപ്പോൾ ജാമ്യം നേടി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്തേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അകത്തേക്ക് വരുവാൻ ആര് വഴിയൊരുക്കും? അങ്ങനെ ഒരു അവസരമുണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പല പ്രാവശ്യം പല ആവർത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ നിലകൊള്ളും. തന്നിലെ കോൺഗ്രസ്സുകാരനെ അകറ്റുവാൻ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള കോൺഗ്രസ്സുകാരനെ ഇല്ലാതാക്കുവാൻ ആർക്കും കഴിയില്ല. പക്ഷേ
കോൺഗ്രസിന് തന്നെ പുറത്താക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വളരെ സാഹിത്യാത്മകമായ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ അതെത്ര കണ്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ അംഗീകരിക്കും എന്നുള്ളതാണ് പലപ്പോഴായി പല ആവർത്തിയായി ചർച്ചയായി മാറപ്പെട്ടത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ജാമ്യം കൂടി, അതായത് മൂന്നാമത്തെ കേസിലും മുൻകൂർ ജാമ്യം കിട്ടിയതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഒരു ആശ്വാസമുണ്ട്. കാരണം വരാൻ പോകുന്നത് ഇനിയിപ്പോൾ വലിയ തെരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്ക്. കാരണം 2 പ്രാവശ്യമായി ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്ന UDF ഏതെങ്കിലും വിധത്തിൽ ഭരണം പിടിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രചാരകൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായി കവലപ്രസംഗങ്ങളിലും മറ്റുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്തിയാലോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ ചില നേതാക്കന്മാർക്കുണ്ട്. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവ് എത്ര കണ്ട് അനുകൂലിക്കും അല്ലെങ്കിൽ എത്ര കണ്ട് ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ കേസിൻ്റെ വഴിക്ക് പോകുമെങ്കിലും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിക്കുവാൻ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം കൂട്ടാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹായം തേടി അല്ലെങ്കിൽ പ്രചരണ പരിപാടികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ കൈമലർത്തി കാണിക്കും ഉറപ്പായും പ്രതിപക്ഷ നേതാവ്. അതിലൊരു മാറ്റവുമില്ല. പക്ഷേ എങ്കിലും ചില നേതാക്കന്മാർക്ക് മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഒരു മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു സഹായം ചില മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാൻ പോകുന്നത്. കാരണം LDFിലുമുണ്ട് അല്ലെങ്കിൽ CPIMലുമുണ്ട് ഇത്തരത്തിൽ പരാതി കിട്ടിയിരിക്കുന്ന പരാതിക്ക് അല്ലെങ്കിൽ ഇത്തരം പരാതികൾ ഏറ്റുവാങ്ങി നിലനിൽക്കുന്ന MLAമാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഉൾക്കൊണ്ടുകൂടാ? അദ്ദേഹത്തിനും ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു. ജാമ്യത്തിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് വലിയ തരത്തിലുള്ള കുറ്റങ്ങളൊന്നും കാണുന്നില്ല. ഉഭയകക്ഷി രണ്ടുപേരും സമ്മതിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട വഴിക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ ഇതിലൊക്കെ ഒരു മുന്നോട്ട് പോക്ക് നടത്താൻ ചില കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് ചർച്ചയാവും. കാരണം മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. കാരണം ഒപ്പം നിന്നാൽ ഒരു യുവ നേതാവാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും പക്ഷേ പ്രതിപക്ഷ നേതാവ് എത്ര കണ്ടത് പിന്തുണയ്ക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി നിർത്തുന്നതിനോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, മുൻ അധ്യക്ഷന്മാരുണ്ട്. ഇവർക്കൊക്കെ ഏതെങ്കിലും വിധേയനെ ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ച് നിർത്തണം എന്നൊരു താല്പര്യമുണ്ട്. അതിൻ്റെ വിദ്വേഷം പലതരത്തിലൊക്കെ ഈ യൂത്ത് നേതാക്കന്മാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവിനോട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മാങ്കൂട്ടത്തിനെ ഒപ്പം നിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.